പത്തനംതിട്ട ഗവി മീനാറിൽ വനത്തിനുള്ളിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ക്രൂരതയ്ക്കിരയായത് 32 വയസ്സുള്ള അംഗനവാടി ജീവനക്കാരി. കൊല ചെയ്യപ്പെട്ടത് ദിവസവും 4 കിലോമീറ്റർ വനപാതയിലൂടെ നടന്ന് ജോലിക്ക് പോകുന്ന യുവതി. പ്രതി വിനോദ് കുറ്റം സമ്മതിച്ചു. നവകേരള സദസ്സിനിടെ രക്ഷാപ്രവർത്തന മർദ്ദനക്കേസിൽ ADGP അജിത് കുമാറിന്റെ ഓഫീസിൽ അന്വേഷണം. പ്രത്യേക അന്വേഷണ സംഘം CCTVയും സന്ദർശക രജിസ്റ്ററും പരിശോധിച്ചു. SIT അന്വേഷണം നടത്തിയത് പേരൂർക്കട അഗസ്ത്യ പോലീസ് ക്ലബിലെ ഓഫീസിൽ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ 300 കോടിയുടെ തട്ടിപ്പ്. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസ് മുഖ്യപ്രതി. തട്ടിപ്പ് വിഴിഞ്ഞം തുറമുഖം കമ്പനിയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി. പിന്നിൽ വൻ സംഘമെന്ന് സംശയിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ആലപ്പുഴ ബീച്ചിൽ വണ്ടർഹാൾസ് വെള്ളച്ചാട്ടം ഒരുക്കിയതിൽ വൻ പരിസ്ഥിതി മലിനീകരണം. ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച് തുറമുഖ വകുപ്പ്. ഉപയോഗിച്ചത് മലിനജലം തന്നെ. കോളിഫോം സാന്നിധ്യമുള്ള വെള്ളം അണുനശീകരണമില്ലാതെ മണ്ണിലേക്ക് ഒഴുക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. പണം വാങ്ങിയ അധികാരികൾ എല്ലാ നിയമലംഘനങ്ങൾക്ക് മുന്നിലും കണ്ണടയ്ക്കുന്നു. അവയവക്കടത്തിൽ അന്വേഷണവുമായി ED. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിലെ വമ്പൻ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ റെയ്ഡ്. പ്രധാന ഇടനിലക്കാരൻ കാസർഗോഡുകാരൻ നജീബിന്റെയും കൊല്ലത്തെ ഇടനിലക്കാരികളുടെയും വീടുകളിൽ പരിശോധന. ആളുകളെ കണ്ടെത്തിയിരുന്നത് കൊല്ലം സ്വദേശി ശ്രീജയെന്ന് അന്വേഷണ സംഘം. സാമ്പത്തിക ഇടപാട് രേഖകൾ പിടിച്ചെടുത്തു. പരസ്പര വിജയം അവകാശപ്പെട്ട ഇറാനും അമേരിക്കയും യുദ്ധം അവസാനിപ്പിച്ചു. പ്രാഥമിക സമാധാന കരാറിൽ ഒപ്പുവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ പ്രസിഡന്റ് മഹ്മൂദ് പെസ്കഷാവിയും. കരാറിന്റെ ഭാവി ഇസ്രായേലിന്റെ നിലപാട് ആശ്രയിച്ച്. ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവ്. ഹോർമൂസ് കടക്കാൻ കാത്തുകിടക്കുന്നത് 550 കപ്പലുകൾ. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോങ്കോ. ഗോളടിക്കാതെ റൊണാൾഡോ. ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ട്. ഹാരി കെയ്ന് ഡബിൾ. പനാമയെ ഒരു ഗോളിന് കീഴടക്കി ഘാന.